ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന്റെ ഉപജ്ഞാതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ മൻമോഹൻ സിംഗ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൗമ്യ മുഖമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്നലെ രാത്രിയിൽ ഇദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയാണ് പുറത്തുവന്നത്. വ്യാഴാഴ്ച രാത്രിയോടെ ഡൽഹിയിലെ വസതിയിൽ കൊഴിഞ്ഞുവീണ ഇദ്ദേഹത്തെ ഉടൻ തന്നെ എയിംസിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചുവെങ്കിൽ പോലും മരണം സംഭവിക്കുകയായിരുന്നു. 92 വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രായം. ഗുർശരൺ കൗറാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ. ഡോക്ടർ മൻമോഹൻ സിംഗിനും ഭാര്യ ഗുർശരൺ കൗറിനും 3 പെൺമക്കളാണുള്ളത്. ഉപീന്ദർ സിംഗ്, ദാമൻ സിംഗ്, അമർ സിംഗ് എന്നിവരാണ് ഇദ്ദേഹത്തിന്റെ 3 പെൺമക്കൾ. ഇദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകൾ ശനിയാഴ്ച ദിവസമാണ് നടക്കുക. AICC ആസ്ഥാനത്തെ പൊതുദർശനത്തിന് ശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നാളെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണം കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ രാജ്യത്തെ 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതോടെ ഇന്ന് നടത്തുവാനിരുന്ന ഔദ്യോഗിക പരിപാടികളെല്ലാം തന്നെ റദ്ദാക്കിയിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മകൾ വിദേശത്ത് നിന്ന് ഡൽഹിയിൽ എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുകയെന്നത് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇന്നലെ രാത്രിയോടെ ആശുപത്രിയിൽ നിന്നും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിന്റെ ഡൽഹി ജൻപത്തിലെ വസതിയിൽ എത്തിച്ചിരുന്നു. ഇതിന് പിന്നാലെ തന്നെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ മൻമോഹൻ സിംഗിന്റെ വസതിയിലെത്തി അന്തിമോപചാരവും അർപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ 11 മണിക്ക് ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം ഡോക്ടർ മൻമോഹൻ സിംഗിന് അനുശോചനവും അറിയിച്ചിരിക്കുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണത്തിനെ തുടർന്ന് കോൺഗ്രസ് എല്ലാ പരിപാടികളും റദ്ദാക്കിയിരിക്കുകയാണ്. കർണാടകയിലെ ബെലഗാവിയിൽ നടക്കുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഉൾപ്പെടെ റദ്ദാക്കിയിരുന്നു. അതേസമയം ലോക നേതാക്കൾ ഉൾപ്പെടെ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. മാലദ്വീപ്, അഫ്ഗാനിസ്ഥാൻ എന്നിവ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖമാണ് രേഖപ്പെടുത്തുന്നത്. മൻമോഹൻ സിംഗിന്റെ സംഭാവനകളും അവരുടെ രാജ്യങ്ങളുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അനുസ്മരണ കുറിപ്പുകൾ. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവരും മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് രംഗത്ത് വന്നിരുന്നു. മുൻ US പ്രസിഡന്റ് ബരാക് ഒബാമ, മുൻ ജർമ്മൻ കൗൺസിലർ ആഞ്ചല മേർക്കൽ എന്നിവരും മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരുവരും മൻമോഹൻ സിംഗിനെ കുറിച്ചുള്ള ഓർമ്മകളും പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം ദീർഘനാളായി അസുഖബാധിതനായ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്നലെ രാത്രി 7:45 സ്വന്തം വസതിയിൽ കുഴഞ്ഞു വീഴുന്നത്. തുടർന്ന് അദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും രാത്രി 9:50 മരണം സംഭവിക്കുകയായിരുന്നു. സാമ്പത്തിക ശാസ്ത്രം ഇഷ്ടമേഖലയാക്കിയ മൻമോഹൻ സിംഗ് മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ടാണ് രാഷ്ട്രീയ രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്. 1991 ജൂൺ മാസത്തിൽ നെതർലാൻഡിൽ വെച്ച് നടന്നൊരു ഉന്നതതല യോഗത്തിന് ശേഷം ഡൽഹിയിൽ തിരിച്ചെത്തിയ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ചെയർമാന് അർദ്ധരാത്രിയിൽ ഒരു ഫോൺ സന്ദേശം വരുന്നു. അങ്ങേ തലയ്ക്കലാകട്ടെ അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ അടുത്തയാളായ PC അലക്സാണ്ടർ ആയിരുന്നു. അടിയന്തരമായി തന്നെ പ്രധാനമന്ത്രി കാണണമെന്ന സന്ദേശം ആദ്യം അവഗണിച്ച അന്നത്തെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ചെയർമാൻ പിന്നീട് രാജ്യത്തിന്റെ ധനമന്ത്രിയായി മാറുകയായിരുന്നു. രാഷ്ട്രപതി ഭവനിൽ ജൂൺ 21 അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരവുമേറ്റു. ഇന്ത്യൻ സാമ്പത്തിക രംഗം കണ്ട ഏറ്റവും വലിയ പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ആ UGC ചെയർമാൻ. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ തന്റെ വകുപ്പ് ഏതായിരിക്കുമെന്നറിഞ്ഞ ഏക മന്ത്രിയും ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. അത്രത്തോളം വെല്ലുവിളികൾ നിറഞ്ഞതുമായിരുന്നു അന്നത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്നത്. വെറും 2500 കോടി രൂപ മാത്രം വിദേശ നാണ്യ ശേഖരമുള്ള ഉയർന്ന വിദേശ കടവും നാണ്യപ്പെരുപ്പവും നിലനിൽക്കുന്ന ഇന്ത്യയുടെ ധനമന്ത്രിയായിട്ടാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് അധികാരത്തിലെത്തിയത്. അധികാരമേറ്റ ഒരു മാസത്തിനു ശേഷം ജൂലൈ 24 ഇന്ത്യ കണ്ട ഏറ്റവും ശക്തമായ ബജറ്റ് മൻമോഹൻ സിംഗ് അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ത്യയെമ്പാടും വലിയ പ്രതിഷേധത്തിനും വിമർശനങ്ങൾക്കും കാരണമായ ആ സാമ്പത്തിക പരിഷ്കരണങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വഴിത്തിരിവിനാണ് വഴിവെക്കുന്നത്. അന്നത്തെ ആ ബജറ്റിൽ അദ്ദേഹം അവതരിപ്പിച്ച പ്രധാനപ്പെട്ട പരിഷ്കരണങ്ങൾ ഇവയായിരുന്നു. ഒന്നാമത്തേത്, പുതിയ സംരംഭം തുടങ്ങുന്നതിന് തടസ്സമായി നിന്നിരുന്ന ചുവപ്പ് നാടയഴിക്കുന്ന ലൈസൻസ് രാജ് ഒഴിവാക്കുവാനായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനം. മാത്രമല്ല 18 മേഖലകളിൽ സംരംഭം തുടങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കുന്ന പ്രഖ്യാപനം ധനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അവതരിപ്പിച്ചു. രണ്ടാമത്തേത്, നേരിട്ടുള്ള വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉദാരമാക്കുകയായിരുന്നു. 34 വ്യാവസായിക മേഖലകളിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപവും അനുവദിച്ചു. മൂന്നാമത്തേത്, രൂപയുടെ മൂല്യം കുറച്ചുകൊണ്ട് കയറ്റുമതി മേഖലയ്ക്ക് കൂടുതൽ വരുമാനം കിട്ടുന്ന രീതിയിലുള്ള നടപടി കൈക്കൊള്ളുന്നതായിരുന്നു. നാലാമത്തേത്, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സർക്കാരിന്റെ ഓഹരികൾ വിറ്റഴിച്ചുകൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് സ്വകാര്യ നിക്ഷേപം ക്ഷണിച്ചു. അഞ്ചാമത്തേത്, കയറ്റുമതിക്കുള്ള നിയന്ത്രണങ്ങൾ എല്ലാം നീക്കി. ഇറക്കുമതി ചുങ്കം കുത്തനെ കുറച്ചു. ആറാമത്തേത്, സർക്കാരിന്റെ അനാവശ്യമായ ചെലവുകൾ കണ്ടെത്തി അവ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതായിരുന്നു. ഏഴാമത്തേത്, ഓഹരി വിപണി ഇടപാടുകൾ നിയന്ത്രിക്കുന്നതിന് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചു. ഒടുവിൽ ഇദ്ദേഹം 2004 മെയ് 22 ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലുമെത്തി.
2004 മുതൽ 2014 വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. 2004-ൽ 13-ാമത്തെയും 2009-ൽ 14-ാമത്തെയും പ്രധാനമന്ത്രിയും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനുമാണ്. സിഖ് മതവിശ്വാസിയായ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഒക്കെയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. എന്നാൽ പക്ഷേ രാഷ്ട്രീയത്തിൽ ചില അവസരങ്ങളിൽ ഇദ്ദേഹത്തിന് ചില വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ ആയിരുന്നു UPA സർക്കാർ അന്ന് നിലവിൽ വന്നത്. എന്നാൽ പക്ഷേ അമേരിക്കയുമായിട്ടുള്ള ആണവ കരാറിന്റെ പേരിൽ ഇടതുപക്ഷം പിന്തുണയങ്ങ് പിൻവലിച്ചതോടുകൂടി 2008 ജൂലൈ 22-ന് ഡോക്ടർ മൻമോഹൻ സിംഗ് സർക്കാർ ലോക്സഭയിൽ വിശ്വാസ വോട്ട് തേടുകയുണ്ടായി. സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടുകൂടി സർക്കാർ വിശ്വാസ വോട്ട് അതിജീവിക്കുകയും ചെയ്തു. 2009-ലെ പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ മൻമോഹൻ സിംഗ് വീണ്ടും പ്രധാനമന്ത്രിയാകുന്നു. ഇതോടെ ജവഹർലാൽ നെഹ്റുവിന് ശേഷം 5 വർഷം അധികാരം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി പദത്തിൽ വീണ്ടും എത്തുന്ന നേതാവായി മാറുകയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. 2010-ൽ ടൈം മാസിക ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള 100 വ്യക്തിത്വങ്ങളിൽ ഒരാളായി ഡോക്ടർ മൻമോഹൻ സിംഗിനെയും തിരഞ്ഞെടുത്തിരുന്നു. ഇന്ത്യ വിഭജനത്തിന് മുൻപ് ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഗായിൽ 1932 സെപ്റ്റംബർ 26-ന് ഗുർമുഖ് സിംഗിന്റെയും അമൃത് കൗറിന്റെയും മകനായിട്ടാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ജനിക്കുന്നത്. ഉണക്കപ്പഴങ്ങളുടെ മൊത്തക്കച്ചവടക്കാരനായിരുന്നു പിതാവ് ഗുർമുഖ് സിംഗ്. ഗാഹിലെ എലിമെന്ററി സ്കൂളിലായിരുന്നു മൻമോഹന്റെ പ്രാഥമിക വിദ്യാഭ്യാസം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെത്തിയ മൻമോഹൻ സിംഗിന്റെ കുടുംബം അമൃത്സറിലേക്ക് മാറുകയായിരുന്നു. പഞ്ചാബ് സർവകലാശാല, കേംബ്രിഡ്ജ് സർവകലാശാല, ഓക്സ്ഫോർഡ് സർവകലാശാല എന്നിവിടങ്ങളിൽ തുടർ പഠനം. പഞ്ചാബ് സർവകലാശാലയിൽ നിന്നും ഇന്റർമീഡിയറ്റും BA-യും MA-യും ഒന്നാം റാങ്കോടെ പാസ്സായ മൻമോഹൻ സിംഗ് കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് സർവകലാശാലകളിൽ ഉപരിപഠനവും നടത്തി. പഞ്ചാബ്, ഡൽഹി സർവകലാശാലകളിൽ അധ്യാപകനായും ജോലി ചെയ്തിരുന്നു. ഇതിനിടെ 3 വർഷം യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റിന്റെ സാമ്പത്തിക വിദഗ്ധനായും ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 1971-ൽ ഗതാഗത വകുപ്പിൽ സാമ്പത്തിക ഉപദേഷ്ടാവായും നിയമിതനാകുന്നു. 1972 മുതൽ 1976 വരെയുള്ള കാലഘട്ടത്തിൽ ധനകാര്യ വകുപ്പിൽ മുഖ്യ ഉപദേഷ്ടാവുമായിരുന്നു. 1976-ൽ ധനമന്ത്രാലയം സെക്രട്ടറിയുമായി. 1980-82 കാലയളവിൽ ആസൂത്രണ കമ്മീഷൻ അംഗവുമായിരുന്നു. 1982-ൽ റിസർവ് ബാങ്ക് ഗവർണറുമായി. 1991-ൽ നരസിംഹറാവു പ്രധാനമന്ത്രിയായപ്പോഴാണ് റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയാക്കുന്നത്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക പരിഷ്കരണ നടപടികൾ തകർച്ചയിലേക്ക് പോവുകയായിരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് താങ്ങായി മാറി. റിസർവ് ബാങ്ക് ഗവർണർ എന്ന നിലയിൽ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര നാണയനിധി അഥവാ IMF അംഗമെന്ന നിലയിലും ശ്രദ്ധേയനായി മാറി. നരസിംഹറാവുവിന്റെ കീഴിൽ ധനമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ തന്നെ മാറ്റിവരയ്ക്കുന്ന പരിഷ്കാരങ്ങൾ ഇദ്ദേഹം നടപ്പിലാക്കുന്നു. ഇന്ത്യൻ സാമ്പത്തിക രംഗം ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനും വേണ്ടി തുറന്നിടുകയായിരുന്നു ആദ്യത്തെ പരിഷ്കാരം. ഈ സാമ്പത്തിക നയങ്ങൾ തുടക്കത്തിൽ ഒട്ടേറെ എതിർപ്പുകളാണ് വിളിച്ചു വരുത്തിയതെങ്കിലും പിന്നീട് ഭരണതന്ത്രജ്ഞർ മൻമോഹൻ സിംഗിന്റെ പരിഷ്കാരങ്ങളെ അംഗീകരിക്കുകയായിരുന്നു. 1991-ലെ ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ആവിഷ്കർത്താവ് എന്ന നിലയിലും ഡോക്ടർ മൻമോഹൻ സിംഗിനെ അറിയപ്പെടുന്നു. 1980-82 കാലത്ത് ഇദ്ദേഹം ആസൂത്രണ വകുപ്പിലായിരുന്നു. 1982-ൽ ധനകാര്യമന്ത്രിയായിരുന്ന പ്രണവ് മുഖർജി ഡോക്ടർ മൻമോഹൻ സിംഗിനെ റിസർവ് ബാങ്കിന്റെ ഗവർണറായി നിയമിക്കുന്നു. 1985 മുതൽ 1987 വരെയുള്ള കാലഘട്ടത്തിൽ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനുമായി. പിന്നീട് പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി ചുമതലയുമേറ്റു. 1991-ൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനുമായി. തുടർന്ന് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ ചെയർമാനായും ഇദ്ദേഹം പ്രവർത്തിച്ചു. ഡോക്ടർ മൻമോഹൻ സിംഗ് ധനകാര്യ വകുപ്പിൽ ചുമതലയേൽക്കുമ്പോൾ ഇന്ത്യ ഒരു സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നും വായ്പ എടുക്കുവാൻ ഇന്ത്യ നിർബന്ധിതമായിരിക്കുകയായിരുന്നു. എന്നാൽ പക്ഷേ കടുത്ത സാമ്പത്തിക അച്ചടക്ക നടപടികളാണ് IMF ഇന്ത്യയിൽ നടപ്പിലാക്കുവാൻ ആവശ്യപ്പെട്ടത്. ലൈസൻസ് രാജ്യ സമ്പ്രദായം നീക്കം ചെയ്യുവാനും വിദേശ നിക്ഷേപത്തിനായി വിപണികൾ തുറന്നിടുവാനും ഡോക്ടർ മൻമോഹൻ സിംഗ് അന്ന് നിർബന്ധിതനായി. 2004-ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരം ലഭിച്ചപ്പോൾ പ്രധാനമന്ത്രിയാകുവാൻ സോണിയാഗാന്ധി തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് ആ ചുമതല ഡോക്ടർ മൻമോഹൻ സിംഗിലേക്ക് എത്തി. 2004 മെയ് 22-ന് പ്രധാനമന്ത്രിയായി ആദ്യ തവണ സത്യപ്രതിജ്ഞ ചെയ്തു. 2009-ൽ പ്രധാനമന്ത്രി പദത്തിൽ 2-ാം ഊഴം. 2014 മെയ് 26-ന് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുന്നു. അസമിൽ നിന്നുള്ള രാജ്യസഭാംഗം എന്ന നിലയ്ക്കാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ധനമന്ത്രിയും പ്രധാനമന്ത്രിയുമായത്. അദ്ദേഹം എന്നാൽ പക്ഷേ ലോക്സഭയിൽ ഇതുവരെയ്ക്കും അംഗമായിട്ടുമായിരുന്നില്ല. അതേസമയം തന്റെ ഭരണകാലത്ത് കടുത്ത വിമർശനങ്ങളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് നേരിട്ടത്. എന്നാൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിലാണ് സിംഗ് ഏറെയും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തെ ഡമ്മി അല്ലെങ്കിൽ നിഴൽ പ്രധാനമന്ത്രി എന്ന് പോലും മുദ്രകുത്തി. എന്നാൽ പക്ഷേ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ശ്രദ്ധ നൽകിയത്. വിമർശകർക്കും എതിരാളികൾക്കുമെതിരെ വ്യക്തിപരമായ ആക്രമണങ്ങൾ നടത്തുന്നതിൽ നിന്നും ഡോക്ടർ മൻമോഹൻ സിംഗ് വിട്ടുനിന്നു.
ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ കേന്ദ്ര സർക്കാർ തീരുമാനങ്ങളെ പൂർണ്ണമായും പിന്തുണച്ചിരുന്നില്ല എന്ന റിപ്പോർട്ടുമുണ്ട്. ഡോക്ടർ മൻമോഹൻ സിംഗ് തന്റെ പാർട്ടി നേതൃത്വത്തിനെതിരെ പ്രവർത്തിക്കുകയോ എതിർപ്പ് പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. ക്യാബിനറ്റ് സഹപ്രവർത്തകരായാലും ഉദ്യോഗസ്ഥരായാലും എല്ലാവരുമായും ഊഷ്മളമായ ബന്ധം പുലർത്തുകയും അവരെപ്പോഴും സന്തോഷകരമായി പോകുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുകയും ചെയ്ത ഒരു പ്രധാനമന്ത്രി തന്നെയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അതേപോലെ തന്നെ പണ്ഡിതനും ചിന്തകനും ഒക്കെയാണ് ഇദ്ദേഹം. കാര്യങ്ങൾ നടത്തുന്നതിലുള്ള ശുഷ്കാന്തിയും അക്കാദമിക സമീപനവും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി മാറ്റി. പല രാജ്യാന്തര സംഘടനകളിലും സമ്മേളനങ്ങളിലും ഇന്ത്യൻ പ്രതിനിധിയായി ഇദ്ദേഹം പങ്കെടുത്തു. 1993 സൈപ്രസിൽ നടന്ന കോമൺവെൽത്ത് രാഷ്ട്രത്തലവന്മാരുടെ യോഗത്തിലേക്കും വിയന്നയിൽ നടന്ന ലോക മനുഷ്യാവകാശ സമ്മേളനത്തിലേക്കുമുള്ള ഇന്ത്യൻ സംഘത്തെ ഇദ്ദേഹം നയിച്ചു. ഒട്ടേറെ അവാർഡുകളും അംഗീകാരങ്ങളും നേടിയിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിനെ തേടിയെത്തിയ ഏറ്റവും പ്രമുഖ പുരസ്കാരം 1987 ലഭിച്ച ഇന്ത്യയുടെ രണ്ടാമത്തെ പരമോന്നത ബഹുമതിയായ പത്മവിഭൂഷൺ ആയിരുന്നു. 1995 ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ ജവഹർലാൽ നെഹ്റു ജന്മശതാബ്ദി അവാർഡും 1993 1994 മികച്ച ധനകാര്യ മന്ത്രിക്കുള്ള ഏഷ്യാമണി അവാർഡും 1993 മികച്ച ധനകാര്യ മന്ത്രിക്കുള്ള യൂറോമണി അവാർഡും 1956 കേംബ്രിഡ്ജ് സർവകലാശാലയുടെ ആഡം സ്മിത്ത് സമ്മാനവും 1955 കേംബ്രിഡ്ജിലെ സെന്റ് ജോൺസ് കോളേജിലെ മികച്ച പ്രകടനത്തിന് റൈറ്റ്സ് പ്രൈസുമാണ് അദ്ദേഹത്തിന് ലഭിച്ച മറ്റ് അംഗീകാരങ്ങളിൽ പ്രധാനമായിട്ടുള്ളത്. ഇതിനു പുറമെ തന്നെ പല പ്രമുഖ ദേശവിദേശ സംഘടനകളും ഇദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് സർവകലാശാലകൾക്ക് ഡോക്ടർ സിംഗിന് ഓണററി ബിരുദങ്ങൾ നൽകുവാനും തയ്യാറായി. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് 33 വർഷക്കാലത്തെ സേവനത്തിന് ശേഷം ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ നിന്നും വിരമിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.